Hi everyone, welcome to the fifth session of Web API using ASP.NET Core. So today we are going to learn how to create a resource in Web API. So ഇന്ന് നമ്മൾ ലേൺ ചെയ്യാൻ പോകുന്നത് വെബ് APIയിൽ എങ്ങനെ റിസോഴ്സസ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. കഴിഞ്ഞ രണ്ട് സെഷനിൽ നമ്മൾ ഗെറ്റ് ബൈ ഐ ഡി അതായത് അതായത് ഉള്ള റെക്കോർഡ് ഫുള്ളായിട്ട് നമുക്ക് ഗെറ്റ് ടൂളിൽ കിട്ടും. അതുപോലെ തന്നെ ഗെറ്റ് ഐ ഡി വെച്ചിട്ട് കിട്ടുവാണെങ്കിൽ ഒരു പർട്ടിക്കുലർ ഐ ഡി നമുക്ക് എങ്ങനെ കിട്ടാമെന്നാണ് ഗെറ്റ് ഐ ഡി വെച്ചിട്ട് നമ്മൾ ചെയ്ത് നോക്കിയത്. ഓക്കെ, സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു എൻ പോയിന്റ് കൊടുക്കുക, വിച്ച് ഈസ് HTTP പോസ്റ്റ്. ഈ ആട്രിബ്യൂട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് പബ്ലിക് ആക്ഷൻ റിസൾട്ട് ഓർ ക്ലാസിന്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തേക്കുന്നുണ്ട് ലൈബ്രറി DTO ആണ്. ലൈബ്രറി DTO നമുക്ക് മെത്തേഡിന്റെ പേര് കൊടുക്കുന്നത് ക്രിയേറ്റ് ലൈബ്രറി എന്ന്. പാരാമീറ്റർ ഓപ്പൺ ചെയ്തു. പാരാമീറ്ററിനുള്ളിൽ നമുക്ക് ലൈബ്രറി DTO സോ നമ്മൾ എപ്പോഴും ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ആട്രിബ്യൂട്ട് കൂടെ ഇവിടെ ആഡ് ചെയ്യാൻ ശ്രമിക്കണം, which is from both. ഓക്കെ, ഇത് കൊടുത്തതിന് ശേഷം നമുക്ക് ആദ്യം ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, which is if ലൈബ്രറി null ആണെങ്കിൽ ലൈബ്രറി equal to null ആണെങ്കിൽ നമുക്ക് ബാഡ് റിക്വസ്റ്റ് കൊടുക്കും. കാരണം ലൈബ്രറി null ആണെങ്കിൽ, കാരണം കിട്ടുന്ന ഇൻപുട്ട് null ആണെന്നുണ്ടെങ്കിൽ ഇത് റൺ ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ റിട്ടേൺ ബാഡ് റിക്വസ്റ്റ് കൊടുക്കുക. ഇതിന്റെ അകത്ത് ലൈബ്രറി. ഓക്കെ, പിന്നെ ഒരു കണ്ടീഷൻ കൂടെ ചെക്ക് ചെയ്യുക. ഇഫ് ഐ ഡി ലൈബ്രറി ഡോട്ട് ഐ ഡി ഗ്രേറ്റർ ദാൻ 0, അതായത് ബൈ ഡിഫോൾട്ട് നമുക്ക് ലൈബ്രറി ഡോട്ട് ഐ ഡി, അതായത് ലൈബ്രറി ഡോട്ട് ഐ ഡി യൂസർ കൊടുക്കേണ്ടതല്ല. ലൈബ്രറി ഡോട്ട് ഐ ഡി നമ്മൾ from here we are going to generate it. Okay, so it will be more than 0 only. So അതുകൊണ്ട് നമുക്ക് ബൈ ഡിഫോൾട്ട് ഡോട്ട് ഐ ഡി ഐ ഡി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമുക്ക് അത് റിട്ടേൺ രണ്ട് കണ്ടീഷൻ ചെക്ക് ചെയ്തു. ഇനി നമുക്ക് ഐ ഡി ലൈബ്രറി ഡോട്ട് ഐ ഡി ഈക്വൽ ടു ലൈബ്രറി കളക്ഷൻ. ലൈബ്രറി കളക്ഷൻ ആയത് നമ്മുടെ ലിസ്റ്റ്. ഓക്കെ, ലൈബ്രറി കളക്ഷൻ ഡോട്ട് ലൈബ്രറി ഡീറ്റെയിൽസ്. ലൈബ്രറി ഇതിന്റെ പേര്, ലിസ്റ്റിന്റെ പേര്. ഓക്കെ, ഇനി നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യാൻ പോകണം. ഡോട്ട് ഓർഡർ ബൈ ഡിസെൻഡിങ്, ഇതിന്റെ അകത്ത് നമുക്ക് നമ്മുടെ ഐ ഡി പാസ് ചെയ്യും. ഓക്കെ, അതിനു വേണ്ടിയിട്ട് r ഡോട്ട് ഐ ഡി. മുമ്പ് നമ്മൾ എപ്പോഴും ഐ ഡി ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും കൊടുക്കേണ്ടത്. ഓക്കെ, സ്മോൾ ലെറ്റർ ഒന്നും മുന്നേ ഇട്ട് കൊടുത്തേക്കും. ഐ ഡി
കൊടുത്തുകൊണ്ട് ഫസ്റ്റ് ഡിഫോൾട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഡോട്ട് ഐ ഡി നമ്മളോട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ലിസ്റ്റിന്റെ അകത്ത് നിന്ന് നമുക്ക് ഐ ഡി ഒക്കെ കിട്ടി. ആ ഐ ഡിന്റെ കൂടെ ഐ ഡി പ്ലസ് വൺ, അതായത് കറക്റ്റ് ഇപ്പൊ നമുക്ക് രണ്ട് ഐ ഡി ഉണ്ട്, രണ്ട് ഐ ഡിന്റെ കൂടെ രണ്ട് ഐ ഡി പ്ലസ് വൺ. അപ്പോൾ നമുക്ക് ഈ ഐ ഡി ഡിഫോൾട്ട് ആയിട്ട് 3 ആവും. ഓക്കെ, അപ്പോൾ ഐ ഡി നമ്മൾ സെറ്റ് ചെയ്തു. നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈബ്രറി കളക്ഷൻ ഡോട്ട് ലൈബ്രറി ഡീറ്റെയിൽസ് ഡോട്ട് ആഡ് ലൈബ്രറി. ഓക്കെ, ബൈ ഡിഫോൾട്ട് ഇന്റർസെറ്റിംഗ്സ് കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. നമ്മൾ ടാബ് അടിച്ചു. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്ടേൺ ഓക്കെ വൺസ് ഇത് എല്ലാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അൺഡോക്യുമെന്റഡ് ആയിട്ടുള്ള റെസ്പോൺസ് ടൈപ്പ് സ്വാഗറിൽ, അപ്പൊ അത് റിസോൾവ് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് ഇവിടെ തന്നെ റെസ്പോൺസ് ടൈപ്പ് നോട്ട്സ് 200 ഉണ്ട്, 3 ഓക്കെ. കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. ഇവിടെ 500 ഇന്റേൺസ് ആണ് കൊടുക്കുക. 500 ഇനി ഒന്നോടെ പേസ്റ്റ് ചെയ്യുക. ഇവിടെ നമുക്ക് മാട്രിക്സ് ഇത് കൊടുത്തതിന് ശേഷം ഒന്ന് ബിൽഡ് ചെയ്യുക. Once build is succeeded, let us run this. Let's wait for some time. Okay. Succeeded ആയിട്ടുണ്ട്. നമ്മൾ റൺ ചെയ്യുന്നു. സോ ബേസിക്കലി നമ്മളിപ്പോ സ്റ്റാറ്റസ് 200 ആണ് റിട്ടേൺ ചെയ്യുന്നത്. എല്ലാം ശരിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഒന്ന് മാറ്റാനുണ്ട്, ഞാൻ പറയാം. ഓക്കെ, നമുക്ക് നേരത്തെ ഗെറ്റും ഗെറ്റ് ഐ ഡി ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നമുക്ക് ഒരു ആട്രിബ്യൂട്ട് കൂടെ വന്നിട്ടുണ്ട്, പോസ്റ്റ്. നമുക്ക് ആദ്യം ഒന്ന് ഗെറ്റിൽ, അതായത് എത്ര റെക്കോർഡ് ഉണ്ടെന്ന് നോക്കാം. So currently we have 2 records, 1 and 2. Okay, Wings of Fire add ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പോസ്റ്റ് എടുക്കുക. ഇവിടെ നമുക്ക് ഒരു റെക്കോർഡ്, ഓക്കെ, അതിന് റൈറ്റ് ഔട്ട് കൊടുത്തതിന് ശേഷം അതിന് നമ്മൾ ചെയ്യേണ്ട റെക്കോർഡ് ഇതിന് വേണ്ടി നമ്മൾ എക്സിക്യൂട്ട് അടിച്ചതിന് ശേഷം റെസ്പോൺസ് 200 ആണ്. ഓക്കെ, 200 മീൻസ് നമുക്ക് ഓൾറെഡി റെക്കോർഡ് സാമ്പിൾ എന്ന് പറയുന്നത് സക്സസ് ആയിട്ടുണ്ട്. ഗെറ്റിൽ പോയി നോക്കാം. ഓക്കെ, റെക്കോർഡ് സാമ്പിൾ കിട്ടിയിട്ടുണ്ട് 3. ഗെറ്റ് ഐ ഡി ഒന്ന് കിട്ടുന്നു. ഇതിപ്പോ നമ്മളിപ്പോ ഡാറ്റാബേസുമായിട്ട് കണക്ട് ചെയ്തിട്ടില്ല. സോ ഇത് നമ്മൾ ക്ലോസ് ചെയ്ത് രണ്ടാമത് ഗെറ്റോൾ അടിക്കുകയാണെങ്കിൽ ഈ പറയുന്ന റെക്കോർഡ് സാമ്പിൾ ഇവിടെ ഉണ്ടാവില്ല, കാരണം ഡാറ്റാബേസുമായിട്ട് കണക്ട് ചെയ്തിട്ടില്ല. സോ വൺസ് വി കണക്ട് ടു ദ ഡാറ്റാബേസ്, ഈ പറയുന്ന പോലെ നമുക്കത് പെർമനന്റ് ആയിട്ട് ഇപ്പോൾ റെക്കോർഡ്
റെക്കോർഡ്സ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ ഉണ്ടാകുന്നതായിരിക്കും റിസോഴ്സ്. സോ ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ റിട്ടേൺ ടൈപ്പ് ഓക്കെ കൊടുക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ജനറലി ഇങ്ങനെ ഒരു മെത്തേഡ് ഇങ്ങനൊരു ഇങ്ങനെ ഫോളോ ചെയ്യാറില്ല. പകരം റിട്ടേൺ പകരം ക്രിയേറ്റഡ് ആട്രിബ്യൂട്ട്, അതായത് നമ്മുടെ ഗെറ്റ് ഐ ഡിയുമായിട്ട് ഒരു ഇന്റർ ലിങ്ക് വരുന്നുണ്ട് ചില സമയം, മോസ്റ്റ് ഓഫ് ദ ടൈം. സോ വി ആർ ഫോളോയിങ് ദിസ് മെത്തേഡ്, നോട്ട് മെത്തേഡ്, വി ആർ ഫോളോയിങ് കൈൻഡ് ഓഫ് ആർക്കിടെക്ചർ എന്നും പറയാൻ പറ്റത്തില്ല, ഒരു സ്റ്റേജ്. ഓക്കെ, ക്രിയേറ്റഡ് ആട്രിബ്യൂട്ട് കൊടുത്തതിന് ശേഷം നമുക്കിവിടെ അതായത് ഗെറ്റ് ഐ ഡിയുടെ നെയിം, ഓക്കെ ഇവിടെ നമ്മൾ ഓൾറെഡി പേര് കൊടുത്തിട്ടുണ്ട്, ഗെറ്റ് ഇത് കൊടുക്കുക, ഗെറ്റ് റെക്കോർഡ് കൊടുത്തു. ഗെറ്റ് റെക്കോർഡ് കൊടുത്തതിന് ശേഷം അവിടെ ഐ ഡി ഓൾറെഡി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ നമുക്ക് ന്യൂ ഐ ഡി ലൈബ്രറി. ഓക്കെ, അങ്ങനെ ചെയ്തു. ഓക്കെ, നമ്മൾ ഫോളോ ചെയ്യുന്നത് എപ്പോഴും നമ്മൾ റിട്ടേൺ ക്രിയേറ്റഡ് ആട്രിബ്യൂട്ട് എന്നുള്ളതുകൊണ്ടാണ്, ക്രിയേറ്റഡ് ആട്രിബ്യൂട്ട് എന്നാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതെപ്പോഴും നമ്മൾ ഫ്രം ബോഡിയൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഇത് നമ്മളൊന്ന് ഓർത്ത് വെക്കേണ്ടതാണ്. സോ റൺ ചെയ്യാം. റൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ നമ്മൾ റെസ്പോൺസ് ടൈപ്പ് കൊടുത്തിട്ടില്ല. ഇത് ക്രിയേറ്റഡ് ആട്രിബ്യൂട്ട് 2.1 ആവാനാണ് സാധ്യത. ഓക്കെ, ഗെറ്റ് ലൈബ്രറി ഒന്ന് ചെക്ക് ചെയ്യാം, റൈറ്റ് ഔട്ട് കൊടുക്കുക, എക്സിക്യൂട്ട് ചെയ്യും. സോ 3 റെക്കോർഡിൽ 2 റെക്കോർഡ്സ് ഉണ്ടാവും. ഇനി നമുക്ക് നമ്മുടെ പോസ്റ്റ് മെത്തേഡ് കൊടുക്കുക. പോസ്റ്റ് മെത്തേഡ് ഇവിടെ ആദ്യം റൈറ്റ് ഔട്ട് കൊടുക്കുക, ബുക്ക് കൊടുത്തിട്ട് അൺഡോക്യുമെന്റഡ്, ബിക്കോസ് നമ്മൾ പ്രൊഡ്യൂസ് റെസ്പോൺസ് ടൈപ്പിൽ നമ്മളോടാണ് കൊടുത്തിട്ട്, അതുകൊണ്ടാണ് ബുക്ക് ഒന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഒന്നുകൂടെ ഒന്ന് ഓക്കെ കൊണ്ടുവരും. നമുക്കിനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ക്രിയേറ്റ് ഫുൾ ആയിട്ട് തീർന്നിട്ടുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വാലിഡേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ക്ലാസ്സസിൽ നിന്ന് ഈ റിക്വയർഡ് ഡാറ്റ അനോട്ടേഷൻ കൊടുക്കാവുന്നതാണ്. സോ ഞാൻ ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, റിക്വയർഡ് പബ്ലിക് സ്ട്രിംഗ് നെയിം എന്നാണ് റിക്വയർഡ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. പിന്നെ അതിന് മുന്നേ നമുക്ക് വേണമെങ്കിൽ കസ്റ്റമൈസ്ഡ് ആയിട്ട് വാലിഡേഷൻ വേണമെങ്കിൽ ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇഫ് മോഡൽ നിങ്ങൾ ഓൾറെഡി ASP.NET ഫെമിലിയർ ആണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കണ്ടീഷനൊക്കെ ഓൾറെഡി നമുക്ക് മനസ്സിലാവുന്നതാണ്. മോഡൽ സ്റ്റേറ്റ് ഈസ് വാലിഡ്. ഇവിടെ നമുക്ക് റിട്ടേൺ എന്താണ് ഞാൻ ബാക്ക് ക്വസ്റ്റനോ ഇത് ചെക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മോഡൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ക്ലാസ്സസിനെയാണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ക്ലാസ്സസ് വാലിഡ് ആണെങ്കിൽ ഓക്കെ, വാലിഡ് അല്ലാത്തതാണ്. ഇത് വാലിഡ് അല്ലെങ്കിൽ, അതായത് നമ്മുടെ ഇപ്പോ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ റിക്വയർഡ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോ കറക്റ്റ് ആയിട്ട് നമുക്ക് യൂസർ അവിടെ സ്വാഗറിൽ ഇപ്പൊ നമ്മൾ ഇൻപുട്ട് കൊടുത്തില്ല, അതൊക്കെ തെറ്റാണെന്നുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് ഇവിടെ മാറ്റി കൊടുക്കാം. വേറെ എന്തെങ്കിലും റിട്ടേൺ ബാഡ് റിക്വസ്റ്റോ ഇന്റർണൽ സെർവറിനോ എന്തെങ്കിലും ഒക്കെ കൊടുക്കാവുന്നതാണ്. ഞാൻ അവിടെ ചെയ്യുന്നില്ല, പക്ഷെ ഒന്ന് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. കമന്റ് ചെയ്തിട്ടു. ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിക്വയർഡ് ഇവിടെ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഡാറ്റ അനോട്ടേഷൻ, അതൊന്ന് ചെക്ക് ചെയ്യാം. what if we forget to add the name, what will happen? Okay, so
നോക്കാം. റണ്ണായതിനു ശേഷം നമ്മൾ പോസ്റ്റ് മെത്തേഡിൽ പോയിട്ട് നെയിമിന്റെ അവിടെ ഒന്നും കൊടുക്കുന്നില്ല, കൊടുക്കാതെ നമ്മൾ നോക്കണം. സ്വാഗർ ഓപ്പൺ ആണ്, ലോഡിങ് ആവുന്നില്ല. ലോഡിങ് ആയതിനു ശേഷം ഓക്കെ പോസ്റ്റ് ലൈബ്രറി ട്രൈറ്റ് ഔട്ട് കൊടുക്കുക. ട്രൈറ്റ് ഔട്ട് കൊടുത്ത ശേഷം ഓക്കെ നെയിം ഒന്നും കൊടുക്കുന്നില്ല. എക്സിക്യൂട്ട് അടിച്ച് കഴിഞ്ഞപ്പോൾ 400 റെസ്പോൺസസ് 400 എന്താണ് കാരണം വെച്ചാൽ the name field is required because നമ്മൾ ക്ലാസ്സസിൽ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി റിക്വയർഡ് ഫീൽഡ്. ഓക്കെ, സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഇത്രയും കവർ ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് സെഷനിൽ നമ്മൾ HTTP പുട്ട് ഓർ പാച്ച് അല്ലെങ്കിൽ അതും പിന്നെ HTTP ഡിലീറ്റും കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, വരുന്ന ക്ലാസ്. സോ ഞാൻ ഇന്ന് ജസ്റ്റ് എടുത്തതൊന്ന് റീകളക്ട് ചെയ്യാണ്. സോ ഇന്ന് നമ്മൾ ഒരു റിസോഴ്സസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇൻ വെബ് API നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എൻഡ് പോയിന്റ് കൊടുക്കുക HTTP പോസ്റ്റ്. ഓക്കെ, അത് കൊടുത്തതിന് ശേഷം നമ്മൾ പബ്ലിക് ആക്ഷൻ റിസൾട്ട് ലൈബ്രറി DTO, അതായത് നമ്മുടെ മെത്തേഡിന്റെ നെയിം കൊടുത്തു. ഓക്കെ, മെത്തേഡ് നെയിം കൊടുത്തു, അതിന് ഉപയോഗിക്കുന്ന ക്ലാസ് ആണ് ലൈബ്രറി DTO. സോ അത് കൊടുത്തതിന് ശേഷം നമ്മൾ പാരാമീറ്ററിൽ നമ്മുടെ കറക്റ്റ് കറസ്പോണ്ടിങ് ക്ലാസ് കൊടുത്തു. കറസ്പോണ്ടിങ് ക്ലാസ് കൊടുത്തതിന് ശേഷം വരുമ്പോൾ വി മസ്റ്റ് യൂസ് ഫ്രം ബോഡി എന്നുള്ള പറയുന്ന ആട്രിബ്യൂട്ട് ആഡ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അത് കൊടുത്തതിന് ശേഷം നമ്മൾ 2 വാലിഡേഷൻസ് ചെയ്തു. ഒന്ന് ലൈബ്രറി ഈക്വൽ ടു നൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബാഡ് റിക്വസ്റ്റ് അടിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ലൈബ്രറി ഡോട്ട് ID 0 ആണെങ്കിൽ, അതായത് ബൈ ഡിഫോൾട്ട് ID ഷുഡ് ബി 0. സോ അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന 500 ഇന്റേണൽ സെർവറിൽ വരുന്നതായിരിക്കും. ഓക്കെ, ഇൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ലൈബ്രറി ഡോട്ട് ID വിച്ച് ഈസ് നമ്മുടെ ID ഇവിടുന്ന് സെറ്റ് ചെയ്യാണ് പുതിയതായിട്ടുള്ള റെക്കോർഡിന്. അതിന് വേണ്ടി ലൈബ്രറി കളക്ഷൻ, അതായത് നമ്മുടെ ലൈബ്രറി കളക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലിസ്റ്റ് ആണ്. ഓക്കെ, അതായത് ലൈബ്രറി കളക്ഷന്റെ വിച്ച് ഈസ് ക്ലാസ്. ഓക്കെ, ക്ലാസിന്റെ ലിസ്റ്റ് ആണ്, ലിസ്റ്റിന്റെ നെയിമാണ് ലൈബ്രറി ഡീറ്റെയിൽസ്. ഓക്കെ, അപ്പോൾ ലൈബ്രറി കളക്ഷൻ ഡോട്ട് ലൈബ്രറി ഡീറ്റെയിൽസ്, അതായത് നമ്മൾ ലിസ്റ്റ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ ഓർഡർ ചെയ്തു. ഓർഡർ ബൈ ഡിസെൻഡിങ് r.id. ഓക്കെ, r.id എടുത്തു കഴിഞ്ഞിട്ട് ഡിസെൻഡിങ് അങ്ങനെ ഫസ്റ്റ് ഡിഫോൾട്ട് ആ ലിസ്റ്റിൽ നിന്ന് കിട്ടുന്നത്, അതായത് ഇപ്പൊ 2 റെക്കോർഡ് ഉണ്ടെങ്കിൽ 2 + 1. ഓക്കെ, ഇതിപ്പോ 3 റെക്കോർഡ് ഉണ്ടായിരുന്നെങ്കിൽ 3 + 1. അങ്ങനെ ഇവിടെ ഇപ്പോ 2 റെക്കോർഡ് ആണെങ്കിൽ ഇവിടെ ബൈ ഡിഫോൾട്ട് ID 3 ആണ്. ഇവിടെ 3 റെക്കോർഡ് ഉണ്ടായിരുന്നെങ്കിൽ റെക്കോർഡ് +1 4 ആവും. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ പുതിയ റെക്കോർഡ് ആഡ് ചെയ്തു. ലൈബ്രറി കളക്ഷൻ ഡോട്ട് ലൈബ്രറി ഡീറ്റെയിൽസ് ഡോട്ട് ആഡ് വിച്ച് ഈസ് ആഡിങ് ദോസ് ന്യൂ ഡാറ്റ ടു ദ ലിസ്റ്റ്. നമ്മൾ പുതിയ ലിസ്റ്റിലേക്ക് പുതിയ റെക്കോർഡ് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഞാൻ പറഞ്ഞു റിട്ടേൺ ഓക്കെ ആണ് കൊടുത്തത്. അപ്പോൾ റിട്ടേൺ ഓക്കെ കൊടുക്കുന്നത് കുഴപ്പമില്ല, പക്ഷെ മോസ്റ്റ് ഓഫ് ദ ടൈം വി ആർ ഫോളോയിങ് ദിസ് ക്രിയേറ്റഡ് അറ്റ് റൂട്ട്. ഓക്കെ, സോ ക്രിയേറ്റഡ് അറ്റ് റൂട്ട് കൊടുക്കുമ്പോൾ നമ്മൾ മറക്കാതിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഗെറ്റ് റെക്കോർഡ്, അതായത് നമ്മൾ ID HTTP ഗെറ്റ് ID പാസ് ചെയ്ത് ഇവിടെ നെയിം കൊടുക്കുക, ഗെറ്റ് റെക്കോർഡ് എന്ന് കൊടുക്കുക. ഗെറ്റ് റെക്കോർഡ് എന്ത് നെയിം വേണേലും കൊടുക്കാം. ഞാനിവിടെ ഗെറ്റ് റെക്കോർഡാണ് കൊടുത്തത്. എന്നിട്ട് അവിടെ ഒരു ID എക്സ്പെക്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മളിവിടെ ന്യൂ ID പാസ് ചെയ്തു, ലൈബ്രറി ഡോട്ട് ID. ഓക്കെ, ഇത് കൊടുത്തതിന് ശേഷം നമ്മൾ ചെക്ക് ചെയ്തതാണ്. ഓക്കെ, സോ വിച്ച് ഇസ് വർക്കിംഗ് ഫൈൻ. സോ നമ്മൾ ഇന്നത്തെ സെഷൻ ഇതോടുകൂടി എൻഡ് ചെയ്യാണ്, വൈൻഡപ്പ് ചെയ്യാണ്. സോ ജസ്റ്റ് go through what I have taught you today. So next സെഷനിൽ നമ്മളെ അടുത്ത HTTP പാച്ചും പുട്ടും ഡിലീറ്റ് ഒക്കെ go through ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.